കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഥാസാഗരം കേൾക്കാൻ നിങ്ങളെല്ലാം തയ്യാറായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പറയാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണിയാണ്. അപ്പോൾ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കഥയിലോട്ട് കിടക്കാം. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും പിന്നെ കുറച്ച് വർത്തമാനവും ഒക്കെ ഉണ്ട് ഇതിനോട് അനുബന്ധിച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കിടക്കാം. ഇന്നത്തെ കഥ ചൈനീസ് നാടോടി കഥകൾ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു ചെറിയൊരു ചൈനീസ് നാടോടി കഥയാണ്. കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. മിങ് എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ദുഷ്ടനായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതെന്താണ്? കരകൗശല വസ്തുക്കളോട് വലിയ ഭ്രമമാണ്. എന്ത് വില കൊടുത്തും അപൂർവമായ വസ്തുക്കൾ അയാൾ കരസ്ഥമാക്കും. അങ്ങനെ അപൂർവ വസ്തുക്കൾ നിറഞ്ഞതായിരുന്നു മിങ്ങിൻ്റെ കൊട്ടാരം. അങ്ങനെ ഇരിക്കെ രാജാവിന് വളരെ പ്രിയപ്പെട്ട ഒരു പളുങ്ക് പാത്രം താഴെ വീണു ഉടഞ്ഞു. അദ്ദേഹത്തിന് വലിയ വിഷമമായി. അദ്ദേഹം ഉടനെ രാജ്യത്തെ പളുങ്ക് പാത്രം ഉണ്ടാക്കുന്ന പണിക്കാരെ വിളിച്ചു വരുത്തി പൊട്ടിയ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് പാത്രം പഴയപടിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പാത്രപ്പണിക്കാർ അമ്പരന്നു പോയി. അവരിൽ പ്രായമായ ഒരാൾ മുൻപോട്ട് വന്നു. പ്രഭു, ഇതെങ്ങനെ സാധ്യമാകും? അസാധ്യമായ കാര്യമാണ് അങ്ങ് ആവശ്യപ്പെടുന്നത്. രാജാവ് കോപം കൊണ്ട് വിറച്ചു. ആരെവിടെ? ഈ ധിക്കാരിയെ കൊണ്ടുപോയി ചാട്ടവാറിനടിക്കൂ. ഭടന്മാർ ആ വൃദ്ധനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. രാജാവ് മറ്റുള്ളവരെ ദേഷ്യത്തിൽ നോക്കി. ആരുമില്ലേ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ? ഞാനുണ്ട്. കൂട്ടത്തിൽ നിന്നൊരു യുവാവ് മുൻപോട്ട് വന്നു. പ്രഭു, എൻ്റെ പേര് കിങ്ചു എന്നാണ്. എനിക്ക് 1 വർഷത്തെ സമയം തന്നാൽ ഞാൻ ഈ പൊട്ടിയ പാത്രം പഴയതുപോലെ ആക്കിത്തരാം. ശരി, നിനക്ക് 1 വർഷത്തെ സമയം തരാം. അതിനകം പാത്രം ശരിയാക്കിയില്ലെങ്കിൽ തല കഴുത്തിൽ കാണില്ലെന്ന് ഓർമ്മിച്ചു. കിങ്ചു പൊട്ടിയ കഷ്ണങ്ങളും പെറുക്കി വീട്ടിലേക്ക് പോയി. മറ്റ് പണിക്കാർക്ക് അത്ഭുതം തോന്നി. ആർക്കും സാധ്യമല്ലാത്ത കാര്യം ഏറ്റെടുത്ത് സ്വന്തം ജീവൻ അപകടത്തിലാക്കിയ കിങ്ചുവിനോട് അവർക്ക് സഹതാപം തോന്നി. എന്നാൽ 1 വർഷം കഴിഞ്ഞപ്പോൾ കിങ്ചു കൊട്ടാരത്തിൽ തിരിച്ചു വന്നു. അയാളുടെ കയ്യിൽ മനോഹരമായ ഒരു പാത്രമുണ്ടായിരുന്നു. ആ പാത്രം കണ്ട് രാജാവ് അത്യധികം സന്തോഷിച്ചു. കിങ്ചു, നീ മിടുക്കൻ തന്നെ. എൻ്റെ പാത്രം പൊട്ടിയ പാടുപോലും കാണാതെ നീ കൂട്ടിച്ചേർത്തിരിക്കുന്നു. നമുക്ക് സന്തോഷമായി. രാജാവ് കിങ്ചുവിന് ധാരാളം സമ്മാനങ്ങൾ നൽകി മടക്കി അയച്ചു. കിങ്ചുവിൻ്റെ വിജയം അറിഞ്ഞ് മറ്റു പണിക്കാർ മനസ്സാ സന്തോഷിച്ചു. അവർക്കത് വിശ്വസിക്കാനാവുമായിരുന്നില്ല. അവരുടനെ കിങ്ചുവിൻ്റെ വീട്ടിലെത്തി. കിങ്ചു, നീ ആ പാത്രം ഒട്ടിക്കുന്ന കാര്യം ഞങ്ങളെ കൂടി പഠിപ്പിച്ചു തരണേ. കിങ്ചു അത് കേട്ട് ചിരിച്ചു. കൂട്ടുകാരെ, ഞാനുണ്ടാക്കിയത് പുതിയ പാത്രം തന്നെയായിരുന്നു. പഴയ പാത്രത്തിൻ്റെ പൊട്ടിയ കഷ്ണങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് ശേഷം അതിലെ ചിത്രപ്പണികളും മറ്റും ഞാൻ പുതിയ പാത്രത്തിലേക്ക് പകർത്തുകയായിരുന്നു. അങ്ങനെ വളരെ പ്രയത്നിച്ച് പുതിയ പാത്രമുണ്ടാക്കുകയായിരുന്നു. അഭ്യാസവും പരിശ്രമവും ഉണ്ടെങ്കിൽ നമുക്ക് സാധ്യമല്ലാത്തതായി ഒന്നുമില്ല. കിങ്ചുവിൻ്റെ വാക്കുകൾ മറ്റ് പാത്രം പണിക്കാർക്ക് വലിയ പ്രചോദനമായി തീർന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ശ്രോതാക്കൾക്ക് അത് മനസ്സിലായിക്കാം. അങ്ങനെ അവർ ആ പളുങ്ക് പാത്രം നിർമ്മിക്കുന്നവർ സന്തോഷത്തോടെ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇത്രയുമാണ് കഥ.
നമ്മുടെ ഇടയിലും ഉണ്ടല്ലേ കരകൗശല വസ്തുക്കളോടൊക്കെ വലിയ ഭ്രമമുള്ളവർ. പെയിൻറ്റിങ്ങുകളും ഇതണക്കുള്ള കരകൗശല വസ്തുക്കളുമൊക്കെ വാങ്ങിച്ച് സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാർ. അതും ഒരാവശ്യം തന്നെയാണ്. ചിലർ പുരാവസ്തുക്കളൊക്കെ മേടിച്ച് സൂക്ഷിച്ചു വെക്കും, ചിലർ പഴയ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കും. വരും തലമുറയ്ക്ക് അതൊരു ഉപകാരം തന്നെയാണ് അല്ലേ. ഇങ്ങനെ കുറേ ഇലക്ട്രോണിക് സാധനങ്ങൾ പണ്ട് ഉപയോഗിച്ചിരുന്നു. അതൊക്കെ കാലചക്രം തിരിഞ്ഞപ്പോൾ, പുതിയ ടെക്നോളജികൾ ഉണ്ടായപ്പോൾ അതൊന്നും പ്രയോജനമില്ലാതായി. പുതിയ ടെക്നോളജി വന്നപ്പോൾ അത് വിപണി കീഴടക്കി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അത് പഴയത് കാണുമ്പോഴാണ്. അതിനൊക്കെ കലകളും പണ്ടിങ്ങനെയൊക്കെ വരച്ചിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കരകൗശല വസ്തുക്കളുണ്ട്. അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നവരുണ്ട് അല്ലേ. അതിൻ്റെ ഭംഗിയിൽ വല്ലാതെ ആകൃഷ്ടരായി അതൊക്കെ സ്വന്തമാക്കുന്നവരുണ്ട്. നമ്മുടെ മോഹൻലാൽ അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ, അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. നല്ല നല്ല പെയിൻറ്റിങ്ങുകളും ഇതിനൊക്കെയുള്ള കരകൗശല വസ്തുക്കളും പുരാവസ്തുക്കളും ഒക്കെ അദ്ദേഹം വാങ്ങിച്ച് സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതൊരു ഉപകാരം കൂടിയാണ് അല്ലേ. വരും തലമുറയ്ക്ക് അതൊരു സൂക്ഷിപ്പുകാരനെ പോലെ അദ്ദേഹം കുറച്ച് നാൾ അദ്ദേഹം സൂക്ഷിക്കുകയാണ് അല്ലേ, വരും തലമുറയ്ക്ക് അത് കൈമാറാനായിട്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. വേറൊരു മഹത്തായ സന്ദേശമുള്ളത് നമ്മളെന്തും പരിശ്രമമാണ് അല്ലേ. സസൂക്ഷ്മം നിരീക്ഷിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ചെയ്യാൻ പറ്റാതായ ഒന്നുമില്ല അല്ലേ. പരിശ്രമിച്ചാൽ എല്ലാം നടക്കും. അതിന് എത്രയോ വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. പലപ്പോഴും നമ്മൾ അല്ലേ അഭ്യാസം അല്ലെങ്കിൽ പരിശ്രമം, അതിന് നമ്മളൊരു വിമുക്തിയൊക്കെ കാണിക്കാറുണ്ട്, ഒരു മടിയ അലസത. പലപ്പോഴും അതാണ് പരാജയത്തിന് കാരണം. അല്ലാതെ പലപ്പോഴും നമ്മൾ പരാജയത്തിനെ ദൈവത്തെ പഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ കുറവുകൊണ്ട് പരാജയം സംഭവിക്കുന്നു എന്നൊക്കെ പലരും ഒക്കെ പറയാറുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, അതൊക്കെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പരിശ്രമിക്കണം അല്ലേ, അഭ്യസിക്കണം. അഭ്യാസവും പരിശ്രമവുമാണ് പലപ്പോഴും വിജയത്തിൻ്റെ ചവിട്ട് പടികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് ഈ കഥയിൽ അവസാനം പരാമർശിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം കൂടി ഇതിനകത്തൊന്ന് കൂട്ടിച്ചേർക്കണമെന്ന് എനിക്ക് തോന്നി. നമ്മളിപ്പോഴൊക്കെ എനിക്കൊന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വാർത്തയുണ്ട്. സുനിത വില്യംസ് ആൻഡ് ബാരി വിൽമോ അല്ലേ, അവർ നമ്മൾ സ്പേസിലോട്ട് പോയി. അവിടുത്തെ ഒരു സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റിൽ 8 ദിവസത്തെ താമസത്തിന് പോയതാണ്. ഒരു ടെസ്റ്റ് മിഷൻ്റെ ഭാഗമായിട്ട് പോയതാണ്. 8 ദിവസം എന്നുള്ളത് ചില സാങ്കേതിക തകരാറ് മൂലം നീണ്ടുപോയി. നീണ്ട് 286 ദിവസമാണ് അവർ അവിടെ കഴിച്ചു കൂട്ടിയത്. എത്രയോ ഇരട്ടി അല്ലേ, ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി. പക്ഷെ അവർ വെറുതെ ഇരുന്നില്ല. ആ സമയം അവർ പ്രയോജനപ്പെടുത്തുകയായിരുന്നു. അത് ഗവേഷണം നടത്താനും സ്പേസിനെ കുറിച്ച് മനസ്സിലാക്കാനും കൂടുതലൊക്കെ മനസ്സിലാക്കാനും ഒക്കെയാണ്. അതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഇനി ഇവരവിടെ കുടുങ്ങിപ്പോവോ, എന്താവും അല്ലേ. എന്തായാലും സാങ്കേതിക വിദ്യ അത്രയ്ക്ക് മികച്ചതാണ് അല്ലേ. നമ്മൾ മനുഷ്യർ, ഞാൻ ആ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയാനാണ്, ടെക്നോളജി എത്രമാത്രം വളർന്നു എന്ന് പറയാനാണ് ഇത് സൂചിപ്പിച്ചത്. ഇത്രയും ആൾക്കാരുടെയൊക്കെ പരിശ്രമ ഫലമായിട്ട് അവരെ തിരിച്ച് ഭൂമിയിലോട്ട് കൊണ്ടുവന്നു. അവിടെ വീണ്ടും ആൾക്കാരെത്തി. അപ്പോൾ നമ്മുടെ അല്ലേ, അത് എത്രയോ ആൾക്കാരുടെ പരിശ്രമമാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു സാങ്കേതിക വിദ്യയിലോട്ടൊക്കെ മനുഷ്യനെത്താനായിട്ട്. സ്പേസിൽ നമ്മൾ താമസിക്കുന്നു അല്ലേ, തിരിച്ചു വരുന്നു, വീണ്ടും ആൾക്കാരെ അവിടെ എത്തിക്കുന്നു. അപ്പോൾ ഈ സുനിത വില്യംസും ബാരിയുമൊക്കെ അല്ലെങ്കിൽ നിക് ഹാഗൊക്കെ അവരവരുടെ അനുഭവങ്ങൾ, അവിടെ ജീവിച്ച അനുഭവങ്ങൾ പങ്കുവെക്കാൻ പോയാണ്. ഒരു ലൈവ് സ്ട്രീമിംഗ് ആണത്. ഏപ്രിൽ 1 മറ്റോ ആണ്. അപ്പോൾ അത് കാണുമ്പോൾ അവരെങ്ങനെയാണ് അത് ചെലവിട്ടു അല്ലേ. അതെല്ലാം അല്ലേ, തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അസാധ്യമല്ല. തിരിച്ചു വരാൻ അവർക്ക് സാധിച്ചു. അതിന് ക്ഷമയുണ്ട് അല്ലേ. ക്ഷമയോടെ അവർ കാത്തിരുന്നു, പരിശ്രമിച്ചു. ഇവിടെ ഭൂമിയിലുള്ള ശാസ്ത്രജ്ഞർ അത് പരിശ്രമിച്ചു അല്ലേ. എല്ലാത്തിനും അപ്പോൾ സമയവും വേണം. ഇതിനകത്തും ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഒരു വർഷത്തെ സമയമാണ് ചോദിച്ചത്. ഇവിടെയും സമയമായിരുന്നു ആവശ്യം. ആ സമയം കിട്ടിയപ്പോൾ അവരെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ സമയത്തിനും വലിയൊരു മുഖ്യമായ പങ്കുണ്ട് നമുക്ക് ഒരു കാര്യം നേടിയെടുക്കുന്നതിന്. എന്തായാലും തീർച്ചയായിട്ടും സമയം ആവശ്യമാണ്. ഇവിടെ ഈ കലാകാരൻ സൂക്ഷ്മമായി പഠിക്കുകയായിരുന്നു ആ പാത്രത്തെ. എന്നിട്ട് അദ്ദേഹം അത് അനുകരിച്ച് ഒരു പുതിയ പാത്രമുണ്ടാക്കുകയായിരുന്നു. അത് രാജാവിന് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതാണ് അല്ലേ. അതുപോലെ എല്ലാം സൂക്ഷ്മമായ നിരീക്ഷണം, ക്ഷമ, പരിശ്രമം, കാത്തിരിപ്പ് അല്ലേ. അത് പെട്ടെന്ന് നാളെ അങ്ങോട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതിന് ഒരു സമയം വേണം. എല്ലാത്തിനും ഒരു സമയം വേണം. ആ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ നടക്കും.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.